IFFK വേദിയിൽ ഏറെ പ്രേക്ഷക പിന്തുണ നേടിയ ചിത്രങ്ങളിലൊന്നായിരുന്നു തടവ്. തടവിന്റെ സംവിധായകൻ ഫാസിൽ റസാഖ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് മോഹം. 30ാമത് IFFK വേദിയിൽ ഏറെ പ്രേക്ഷക പിന്തുണ പിടിച്ചുപറ്റിക്കൊണ്ട് മോഹം പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മോഹത്തിന്റെ സംവിധായകരും മറ്റ് അണിയറ പ്രവർത്തകരും കൈരളി ന്യൂസ് ഓൺലൈനോടൊപ്പം ചേരുന്നു. ൽ മികച്ച സംവിധായകനുള്ള കേരള സർക്കാർ പുരസ്കാരം, IFFKയിൽ രജത ചകോരം പുരസ്കാരം ഇവയെല്ലാം സ്വന്തമാക്കിയ ശേഷം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണല്ലോ മോഹം. മോഹം ഇപ്പം IFFK വേദിയിൽ 30ാമത് IFFK വേദിയിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? വളരെ സന്തോഷം. രണ്ടാമത്തെ സിനിമയായിട്ടും IFFK വേദിയിൽ വരാൻ പറ്റിയതിൽ വളരെ ഹാപ്പിയാണ്. കാരണം മാത്രമല്ല നമ്മുടെ വേൾഡ് പ്രീമിയർ IFFKയിലാണ്. അപ്പോൾ IFFK ഓഡിയൻസ് ആണ് നമ്മുടെ ആദ്യത്തെ ഓഡിയൻസ്. അപ്പോൾ അവര് 2 ഷോപ്പ് കഴിഞ്ഞു. രണ്ടിലും നല്ലൊരു അഭിപ്രായം കിട്ടിയപ്പോൾ തന്നെ ഒരു ഹാപ്പിയാണ്. ഇനി ഒരു ഷോ കൂടിയുണ്ട്, അത് 18-ന് അജന്തയിൽ രാവിലെ 9:45-ന്. അപ്പോൾ സന്തോഷം 2 സിനിമയായിട്ട് അവിടെ വരാൻ പറ്റിയത്. ഓക്കെ, തടവാണെങ്കിലും മോഹമാണെങ്കിലും ഇപ്പം പ്രേക്ഷകർ നല്ലോണം ഏറ്റെടുത്തിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ മോഹം ഒരു മോഹത്തിന് പിന്നാലെയുള്ള കഥയാണ്. എങ്ങനെയാണ് ഈ ഒരു തിരക്കഥയിലേക്ക് നിങ്ങൾ എത്തുന്നത്? മോഹം പല ആൾക്കാരുടെ മോഹങ്ങളാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. പ്രധാനമായിട്ടും ഷാനു, അമല അവരുടെ ഒരു POVയിലാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. അതിൽ സ്ക്രിപ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു വൺലൈൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, ഈ ബൈക്കുകളോട് ഇഷ്ടമുള്ള ഒരു പെൺകൊച്ചി എന്നുള്ള രീതിയിൽ. പിന്നെ ഷാനുവിന്റെ ക്യാരക്ടർ വരുന്നു, സുൽഫയുടെ ക്യാരക്ടർ വരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ പ്ലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. അങ്ങനെ പല സിറ്റുവേഷൻസ് എല്ലാം ചേർത്തിണക്കിക്കൊണ്ട് ഒരു തിരക്കഥാ രൂപത്തിലായപ്പോൾ നമ്മൾ നേരെ ഷൂട്ട് ചെയ്തു. തടവാണെങ്കിലും മോഹമാണെങ്കിലും കഥാപാത്രങ്ങൾക്ക് അനുസൃതമായ അഭിനേതാക്കളെ കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. ഒരിക്കലും അവർ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നതേ ഉണ്ടായിരുന്നില്ല. ജീവിക്കുന്നത് പോലെയാണ് പല സിറ്റുവേഷൻ കാണുമ്പോഴും നമുക്ക് തോന്നിക്കൊണ്ടിരുന്നത്. നമ്മുടെ അടുത്തുള്ള ഒരാളെ എങ്ങനെയാണോ പെരുമാറുന്നത് അത്രയും നൈസർഗികമായിട്ടായിരുന്നു അവരുടെ പെരുമാറ്റം, അഭിനയമെന്ന് തോന്നിക്കാത്ത വിധം. എങ്ങനെയാണ് ഇങ്ങനെ അഭിനേതാക്കളെ കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ 2 സിനിമയിലാണെങ്കിലും പ്രത്യേകിച്ച് മോഹത്തിലാണെങ്കിലും എല്ലാ മിക്കവരും നമുക്കറിയുന്ന ആളുകളാണ്. മാത്രമല്ല അവർ നല്ല ആർട്ടിസ്റ്റ്, നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാർ കൂടിയാണ്. പിന്നെ എല്ലാ ആർട്ടിസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, ഷൂട്ടിന് മുമ്പ് തന്നെ ഇപ്പോൾ ജിയോ ബേബി, വിനീത് വാസൻ, റീന, എല്ലാ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന കൊമേഴ്ഷ്യലി സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ റിഹേഴ്സലിന് വരുന്നു, റിഹേഴ്സൽ അറ്റൻഡ് ചെയ്യുന്നു, എന്നിട്ടാണ് ഷൂട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഷൂട്ടിൽ വരുമ്പോൾ ഓൾറെഡി ഇവർ അഭിനയിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് അവർക്കറിയാം എല്ലാ പരിപാടിയും എന്താ ചെയ്യാൻ പോകുന്നുണ്ട്, എന്താ ചെയ്യുന്നത്, എന്താണ് സീൻ, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഭയങ്കര ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഭയങ്കര നന്നായിട്ട് തോന്നുന്നുണ്ടാവും. പിന്നെ നല്ല ആർട്ടിസ്റ്റാണ്, കഴിവുള്ള ആൾക്കാരാണ്, അതാണ് എൻ്റെ സംഭവം. മോഹം കണ്ടിറങ്ങുന്ന എല്ലാവർക്കും മനസ്സിൽ പതിയുന്ന കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഷാനു. ഷാനുവിന്റെ പല അഭിനയ മുഹൂർത്തങ്ങളും കാണുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഷാനു എന്നൊരു കഥാപാത്രം കിട്ടിയപ്പോൾ എന്തായിരുന്നു തോന്നിയത്? ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഫാസില്, ക്യാമറാമാൻ മൃദുൽ, പിന്നെ അമലിന്റെ ക്യാരക്ടർ ചെയ്ത അമൃത, പിന്നെ ഞാനും കൂടെ ഇതിന്റെ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ക്യാരക്ടറിനെ കുറിച്ച് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഇപ്പം നേരത്തെ ഫാസിൽ പറഞ്ഞ പോലെ തന്നെ ഷൂട്ടിന് മുമ്പ് നമ്മൾ എല്ലാ സീനും പ്രാക്ടീസ് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ബിൽഡ് ചെയ്ത് വരാൻ ക്യാരക്ടർ വളരെ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് സുൽഫിയുടെ കഥാപാത്രം. എങ്ങനെയാണ് IFFK വേദിയിൽ സക്സസ്ഫുൾ ആയി പ്രദർശനം നേടിയ മോഹത്തിലെ സുൽഫിയിലേക്ക് എത്തുന്നത്? സുൽഫിയിലേക്ക് എത്തുന്നത് ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ പറയുമ്പോഴാണ്. പിന്നെ ഇതിൽ വേറെ ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടറാണ് ചെയ്യാൻ പറ്റുക. കഴിഞ്ഞ തവണയും IFFKയിൽ അഭിനയിച്ച സിനിമ ഉണ്ടായിരുന്നു, ഈ തവണയും ഉണ്ട്. ഇതിനു മുൻപ് സിനിമ വരുന്നതിന് മുൻപ് IFFK കാണാൻ വരാറുണ്ടായിരുന്നോ? ഉണ്ട്, ഡെലിഗേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം അഭിനേതാവായ ശേഷം IFFK കാണുമ്പോഴും അതിനു മുൻപ് ഒരു പ്രേക്ഷകനായി വന്ന് കാണുമ്പോഴും എന്ത് വ്യത്യാസമാണ് തോന്നുന്നത്? നമ്മുടെ സ്വന്തം പടമായിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ സന്തോഷവും പിന്നെ ഫീഡ്ബാക്സ് കേൾക്കുക എന്നുള്ള നല്ല സന്തോഷമാണ്. പിന്നെ ഇതാണല്ലോ നമ്മുടെ ഓഡിയൻസ്. ഇപ്പോൾ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളിലും എനിക്ക് ഓഡിയൻസ് ഉണ്ടായിരുന്നു IFFK. അപ്പോൾ അവരത് അപ്രിഷിയേറ്റ് ചെയ്യുന്നത് വളരെയധികം സന്തോഷമുണ്ട്. ഒരു പുതിയ കഥയുമായി ആളുകൾ എത്തുമ്പോൾ അത് ഏറ്റെടുക്കാൻ ഒരു നല്ല പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ ആ സിനിമ ആളുകളിലേക്ക് എത്തുള്ളൂ. ഈ സിനിമ കഥ കേട്ട ശേഷം ഇതെനിക്ക് ചെയ്യാൻ പറ്റും എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പോയിന്റ് എന്തായിരുന്നു? അത് സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ വർക്കൗട്ട് ആവുമെന്ന് തോന്നി.
മോഹം എന്ന് പറയുന്നത് പോലെ തന്നെ മോഹം ആണ് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രം. മോഹമാണ് വരുന്നത്. അതിൽ നമ്മൾ പ്രതിനായക സ്ഥാനത്ത് നിൽക്കുന്നത് അതിമോഹങ്ങളാണ്. ഇപ്പോൾ അതിമോഹങ്ങളുമുണ്ട് മോഹങ്ങളുണ്ട്. ഫൈനലി മോഹം ജയിക്കുന്ന സ്ഥലത്ത് ആണ് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നത്. അത് കൺവേ ആവുമെന്ന് തോന്നിയത് കൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പം ആളുകൾ ഈ സിനിമയെ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ IFFK ഓഡിയൻസിൽ, അപ്പോൾ എന്ത് തോന്നുന്നു? മിഷനാർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തത്. അതിലെ ആദ്യത്തെ സിനിമയാണ്. അത് ജനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായും സന്തോഷമുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ 15ഓളം സിനിമകൾക്ക് മേൽ സെൻസർഷിപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. IFFK വേദിയിൽ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ്. കലാകാരന്മാരെന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? നമ്മളൊരു കഥ എഴുതുമ്പം, ഒരു ബൗണ്ടറി വെച്ച് എഴുതുമ്പം ഒരിക്കലും നമ്മളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പൂർണ്ണ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഇത്തരമൊരു ഫ്രെയിം വർക്കിനുള്ളിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് ഒരു ഗവൺമെൻറ് നിഷ്കർഷിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? സ്ക്രീൻ ചെയ്യാത്ത സിനിമകളൊക്കെ അത്രയും ആൾക്കാർ ആഗ്രഹിച്ച് കാണാൻ വന്നവരാവും. അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു വേദിയിലാണ് അങ്ങനത്തെ സിനിമകൾ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ വരെ അത് ബാൻ ചെയ്യുമ്പോൾ അത് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മള്. ഈ ഒരു ബാനിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം നേരത്തെ ഫാസിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിലൊക്കെ എഴുതുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അതൊക്കെ ആലോചിച്ചിട്ട് വേണം ഇത് മാറ്റുമോ, അത് എഴുതാൻ പറ്റുമോ, ഇത് എഴുതാൻ പറ്റുമോ എന്നുള്ളത് ആ പോയിന്റിൽ തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചു തരികയാണ്. മാത്രമല്ല ഇപ്പോൾ ബാൻ ചെയ്ത സിനിമകൾ അത് എന്തുകൊണ്ടാണ് ബാൻ ചെയ്യുന്നുള്ള കാരണം പോലും വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ മോശമല്ലേ? ഐ മീൻ വ്യക്തമായ കാരണം ഉണ്ടെങ്കിൽ ഓക്കെ, വ്യക്തമായ ഒരു കാരണം നമുക്ക് അവർക്ക് പറയാനുണ്ടെങ്കിൽ അതൊന്നും ഓക്കെയാണ്. 18-ന് 9:45 അജന്ത തിയേറ്ററിൽ വെച്ച് മോഹത്തിന്റെ പ്രദർശനം ഉണ്ടല്ലോ. ഇനിയും പടം കാണാത്ത ആളുകളോട് എന്താണ് പറയാനുള്ളത്? സിനിമ എല്ലാവരും കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. മാത്രമല്ല കാണാത്തവരോട് കൂടി കാണാൻ പറയാ. എല്ലാവരിലേക്കും സിനിമ എത്തിക്കുക. നമ്മുടെ സിനിമ എല്ലാ തരത്തിലുള്ള ഓഡിയൻസ് കാണണമെന്നാണ് ആഗ്രഹം. അപ്പോൾ IFFK കുറച്ച് പേര് കണ്ടിട്ട് അവർ നാട്ടിൽ പോയിട്ടാണെങ്കിലും വീട്ടിൽ പോയിട്ടാണെങ്കിലും ഈ സിനിമയെ കുറിച്ച് അറിയുമ്പോൾ അതിൽ നമ്മൾ റിലീസാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഫെസ്റ്റിവൽസിലാണെങ്കിലൊക്കെ നമുക്ക് ആ ഒരു ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ആ സിനിമ പിന്നീട് ഒരു സ്ക്രീനിങ്ങോ അല്ലെങ്കിൽ ഇത് വരുമ്പോൾ അത് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, കാണാനുള്ള ഒരു മോഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ മോഹം കാണട്ടെ എല്ലാവരും. അടങ്ങാത്ത മോഹത്തിന്റെ കഥ പറയുന്ന മോഹം ഇനിയും ആളുകൾ കാണട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മോഹം ടീമിനോടൊപ്പം അനുശ്രീയെ, കൈരളി ന്യൂസ്.com.